ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്താൻ പോവുകയാണ്. ആദ്യഘട്ട അഭിമുഖം പൂർത്തിയായി. ഈ മാസം അവസാനത്തോടുകൂടി ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് വിവരം. ഗംഭീർ വരുന്നതോടുകൂടി ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവ് റോളിൽ നിന്നാണ് ഗംഭീർ മുഖ്യ പരിശീലകനാകുന്നത്. അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ഗംഭീറിന് സാധിച്ചു. KKR കിരീടം നേടുമ്പോൾ നായക സ്ഥാനത്ത് ശ്രേയസ് അയ്യറായിരുന്നു. എന്നാൽ നിലവിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന് പുറത്താണ്. ശ്രേയസിനെ BCCI കരാറിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഗൗതം ഗംഭീർ പരിശീലകനാകുമ്പോൾ ശ്രേയസ് അയ്യറിന്റെ തിരിച്ചുവരവാണ് ഏവരും ചർച്ചയാകുന്നത്. ഗംഭീറിന്റെ വിശ്വസ്തനാണ് ശ്രേയസ്. അതുകൊണ്ട് ശ്രേയസിനെ മടക്കി കൊണ്ടുവരാൻ ഗംഭീർ ഇടപെടുമെന്നാണ് വിവരം. ഷോർട്ട് ബോൾ ദൗർബല്യമുള്ള താരമാണെങ്കിലും ഏകദിനത്തിൽ മികച്ച ഭാവിയുള്ള താരങ്ങളിൽ ഒരാളാണ്. എന്നാൽ ശ്രേയസിനെ ഇന്ത്യ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. ഗംഭീർ പരിശീലകനാകുന്നതോടുകൂടി ശ്രേയസിന് കൂടുതൽ അവസരം ടെസ്റ്റിലും ഏകദിനത്തിലും കിട്ടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. T20 ലോകകപ്പ് ടീമിൽ നിന്നും ശ്രേയസ് തഴയപ്പെട്ടു. T20 ലോകകപ്പിന്റെ ഭാഗമായ ശേഷമായിരുന്നു ഇത്. ലോകകപ്പിന് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് സിംബാബ്വെ പര്യടനമാണ്. ഇതിനായുള്ള പടയൊരുക്കം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പുരോഗമിക്കുകയാണ്. T20 ലോകകപ്പ് കളിച്ച താരങ്ങൾക്ക് വിശ്രമം നൽകി യുവതാരങ്ങളെയാകും ഇന്ത്യ സിംബാബ്വെയിലേക്ക് അയക്കുക. അവസരം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളെല്ലാം നിലവിൽ NCA ക്യാമ്പിലുമാണ്. ഈ കൂട്ടത്തിൽ ശ്രേയസ് അയ്യറില്ല. കരാറിന് പുറത്തുള്ളതിനാൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ സേവനം ശ്രേയസിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. സിംബാബ്വെ പര്യടനത്തിൽ ശ്രേയസ് ഉൾപ്പെട്ടേക്കില്ല. എന്നാൽ അതിനുശേഷം നടക്കുന്ന ശ്രീലങ്കൻ പരമ്പരയിലോടുകൂടി ശ്രേയസ് ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രേയസിനെ ഏകദിന നായക സ്ഥാനത്ത് നിന്നും പരിഗണിക്കാനുള്ള നീക്കവും ഉണ്ടെന്നാണ് സൂചനകൾ. എന്നാൽ T20യിൽ ശ്രേയസിന് വലിയ ഭാവി ഉണ്ടായേക്കില്ല. ഏകദിനത്തിൽ നായക സ്ഥാനത്തേക്ക് ശ്രേയസിനെ വളർത്താനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ശ്രേയസ് അയ്യർ ക്ലാസിക് ശൈലിയിലുള്ള ബാറ്ററാണ്. ഏകദിനത്തിൽ മികച്ച പ്രകടനങ്ങൾ താരം നടത്തിയിട്ടുമുണ്ട്. മോശം ഫോമിലായപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ശ്രേയസിനോട് നിർദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹം ഇതിന് തയ്യാറാവാത്തത് കൊണ്ടാണ് കരാറിൽ നിന്നും പുറത്തായത്. ഗംഭീർ മുഖ്യ പരിശീലകരാകുമ്പോൾ ടെസ്റ്റിലും ഏകദിനത്തിലും വ്യത്യസ്തകരമായ പ്ലേയിങ് ലെവൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ അവസരം താരങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായിക്കും. ഗംഭീറിൻ്റെ ഈ ആവശ്യം BCCI അംഗീകരിച്ചതായാണ് വിവരം. അതുകൊണ്ട് തന്നെ T20യിൽ കൂടുതൽ യുവതാരങ്ങൾ എത്താനാണ് സാധ്യത. എന്തായാലും ഗംഭീറിന്റെ വരവ് ശ്രേയസിന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഗംഭീർ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന ആളല്ല. ഇന്ത്യൻ ടീമിനായിരിക്കും മുഖ്യ പരിഗണന എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഫോം വിലയിരുത്തിയിട്ടാകും ടീമിന്റെ തെരഞ്ഞെടുപ്പും. ശ്രേയസിനൊപ്പം കരാറിൽ നിന്നും പുറത്തായ ഇഷാൻ കിഷാന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോമിലെത്താനാകും ഇഷാനും അവസരം. IPLലും താരം വലിയ പ്രകടനം കാഴ്ചവെച്ചില്ല. അതുകൊണ്ട് ഇഷാന് കാര്യങ്ങൾ കടുപ്പമാകും. എന്നാൽ ശ്രേയസിന് മുന്നിലുള്ള സാധ്യതകൾ വളരെ വലുതുമാണ്.